ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഭാഗവതം പഠിക്കുന്നു. അധ്യായം 8 കുന്തി സ്തുതി വരുന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. നോക്കാം. ഇന്നലെ 6-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടു. 7-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചതിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും പഠിച്ച പാഠങ്ങൾ ഓർമ്മയുണ്ടോ? യുധിഷ്ഠിര മഹാരാജാവ് 3 അശ്വമേധ യാഗം നടത്തി. ലോകം മുഴുവനും സ്വർഗത്തെ ലോകം മുഴുവനും അറിയുന്ന യുധിഷ്ഠിര മഹാരാജാവിന് അത് 3 അശ്വമേധ യാഗം നടക്കി. ഇന്ദ്രനാണെങ്കിൽ 100 അശ്വമേധ യാഗം. അതിൽ നിന്നുള്ള പാഠം എന്താണ്? അതാണ് നമ്മൾ ഓർക്കേണ്ടത്. യാഗം ഇപ്പോൾ 3 എന്ന് ഓർത്താലും 10 എന്ന് ഓർത്താലും അതിനേക്കാൾ പ്രസക്തി എന്താണ് അതിന്റെ പ്രസക്തി? അതാണ് ഭഗവാന്റെ കൃപ അദ്ദേഹത്തിന് മുഴുവനായും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൃഷ്ണ പ്രഭു. താങ്ക് യു. ഞാൻ പറയട്ടെ പ്രഭുജി? പറയൂ. ഹരേ കൃഷ്ണ. പറയൂ. ഹരേ കൃഷ്ണ. പ്രഭുജി, എനിക്ക് തോന്നിയത് ഇന്നലെ പ്രഭുജി പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത്, ഭഗവാൻ ഈ എല്ലാ കൗരവപക്ഷത്തിലുള്ള മക്കളെല്ലാവരും 100 പേര് മരിച്ചു. പാണ്ഡവപക്ഷത്ത് 5 പേര് ശേഷിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ മരിച്ചു. അപ്പൊ ഭഗവാൻ ഭഗവത്ഗീത യുദ്ധത്തിന് വിസമ്മതിച്ച അർജുനനെ പറഞ്ഞിട്ട് ഭഗവാൻ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. അതിനുള്ള പ്രേരണ കൊടുത്തു, ആ ധർമ്മം നടപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഭഗവാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ടു, ഒരു സാധാരണ മനുഷ്യനെ പോലെ. അപ്പൊ പ്രഭുജി പറഞ്ഞത് എനിക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത്, നമ്മുടെ ബന്ധുക്കളുടെയോ സഹവസിക്കുന്ന ആൾക്കാരുടെയോ ഒക്കെ മരണത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സ് കല്ലാക്കി വെക്കാതെ അവരെ കുറിച്ച് കുറച്ച് ദയയും നമ്മൾ ഒക്കെ കാണിക്കണം. അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ അങ്ങനെ താങ്ക് യു മാതാജി. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തെങ്കിലും പഠിച്ച കാര്യങ്ങൾ? ഹരേ കൃഷ്ണ പ്രഭുജി. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനം എടുക്കാൻ ഭഗവാനിൽ നിന്ന് പഠിക്കുന്നു. പിന്നെ 5 വിഭാഗക്കാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, പശു, ബ്രാഹ്മണരെ, സാഹചര്യം അനുസരിച്ച് സമയവും സാഹചര്യം അനുസരിച്ച് തീരുമാനം, ദേശകാലപാത്രം അനുസരിച്ച് തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. 5 വിഭാഗക്കാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, പശു, ബ്രാഹ്മണരെ, കുട്ടികൾ, അതെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദേശകാലപാത്രം അനുസരിച്ച് തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്കും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നോക്കി അനുയോജ്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ അങ്ങനെയുള്ള. പിന്നെ യുധിഷ്ഠിര മഹാരാജാവ് പരിശുദ്ധ ഭക്തനായതുകൊണ്ട് 3 അശ്വമേധ യാഗം ചെയ്തത് ഇന്ദ്രൻ 100 യാഗം ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു ഫലപ്രാപ്തിയായി അറിയപ്പെട്ടു. അങ്ങനെ ഭക്തനായതുകൊണ്ട് ഭഗവാന്റെ. ശരി, താങ്ക് യു. മാതാജിയുടെ പേര്? കൃഷ്ണമണി. കൃഷ്ണ കേൾക്കുന്നില്ല. കൃഷ്ണമണി. ഓക്കെ, ഇതിൽ പേര് വരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. താങ്ക് യു മാതാജി. അപ്പോൾ സന്തോഷം. എല്ലാം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നു. സന്തോഷം. അപ്പോൾ ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ ആ സ്റ്റോറി ലൈനും ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ്. ആ സ്റ്റോറി, ആ ഒരു ഫ്ലോ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ എപ്പോഴും അതിനും ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനായിരിക്കണം. കാര്യം ഭാഗവതം
പഠിക്കുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം മാറണം. ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം? ജീവിതം മാറണമെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കേൾക്കുക, അത് ഒരു ഇൻഫർമേഷനായി നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ ആചരിക്കുകയൂടെ ചെയ്യണം. പറയുന്ന പോലെ നമ്മൾ ഫോളോയും കൂടെ ചെയ്യുമ്പോഴാണ് അത് പ്രയോജനം വരുന്നത്. ശൃണ്വതാം ശ്രദ്ധയാ നിത്യം ഗൃണന്തശ്ച സ്വചേഷ്ടിതം കാലേന ന അധിദീർഘേന ഭഗവാൻ വിശദേ ഹൃദയ. ശൃണ്വതാം ശ്രദ്ധയാ നിത്യം. ഭാഗവത്തിൽ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തോടു കൂടി, അതിൽ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ഗൃണന്തശ്ച സ്വചേഷിതം, അതായത് നമ്മൾ കേൾക്കുന്ന കാര്യത്തെ നമ്മൾ ഒരു വീക്ഷിക്കണം, അല്ലെങ്കിൽ അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്യണം, ധ്യാനിക്കണം, അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്ന കാര്യം എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യണം മനസ്സിൽ. അങ്ങനെ വിശകലനം ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്? സ്വചേഷ്ടിതം, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും വേണം. അതായത് ആചരിക്കുകയും വേണം, അത് ഫോളോ ചെയ്യുകയും വേണം. അങ്ങനെയാവുമ്പോൾ, അപ്പോൾ കേട്ടാൽ വെറുതെ കേൾക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, കേട്ടുകൊണ്ട് ശൃണ്വതാം ശ്രദ്ധയാനിത്യം, കേൾക്കുക, അതിൻ്റെ കൂട്ടത്തിൽ അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുക, അതിനുശേഷം ജീവിതത്തിൽ അത് കൊണ്ടുവരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് പറയുന്നത്: കേൾക്കുക, വിശകലനം ചെയ്യുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത്? ഭാഗവതം, ഭാഗവത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഭാഗവത്തിലെ ചർച്ചാ വിഷയങ്ങൾ, പാഠങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ഭാഗവതം തന്നെ പറയുന്നതാണ്. ഇത് ഭാഗവത്തിലെ 2ാമത്തെ സ്കന്ധത്തിലെ ശ്ലോകമാണ്. കാലേന ന അധി ദീർഘേന ഭഗവാൻ വിശദേ ഹൃദയ. കാലേന ന അധി ദീർഘേന, അതായത് കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയം. ദീർഘം എന്ന് പറഞ്ഞാൽ ന അതിദീർഘേന, അതായത് ഒട്ടും പ്രയാസമില്ലാതെ, വളരെ പെട്ടെന്ന് തന്നെ, താമസിയാതെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ. ദീർഘം അതായത് ഒരുപാട് സമയം എടുക്കില്ല. ന അതിദീർഘേന, ന ദീർഘേന എന്നല്ല, ന അതിദീർഘേന, അതായത് വളരെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ വിശദേ ഹൃദയ, ഭഗവാൻ പരമദൈവത്വ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകടമാവുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഭാഗവതം അങ്ങനെയാണ്. ഭാഗവതം അങ്ങനെ നമ്മളെ മാറ്റണം, അല്ലെങ്കിൽ പ്രയോജനം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കീർത്തി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി വേറെ, അതായത് സ്റ്റോറി മാറുവാണ്, അല്ലെങ്കിൽ വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നു. വിഷയം മാറുന്നില്ല, എന്നാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. വിഷയം മാറുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ ആവുന്നു. ഉത്തരമാത കരയുന്നതാണ് ഇനി കാണുന്നത്. നോക്കാം. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശൈനേയോധവ സംയുതഃ ദ്വൈപായനാധിഭിർവിപ്രൈ പൂജിതൈ പ്രതിപൂജിതഃ. കുമാരി ശൈലജ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ആമന്ത്യ പാണ്ഡുപുത്രാം ച സൈന്യോദ്ധവ സംയുത ദ്വൈപായനാദിപർവിപ്രൈ പൂജിതൈ പ്രതിപൂജിത. വിവർത്തനം. ശ്രീല പ്രഭാതർ കി ജയ്. അനന്തരം ഭഗവാൻ ശ്രീകൃഷ്ണൻ പുറപ്പെടാനൊരുങ്ങി. ശ്രീല വ്യാസദേവന്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണരാൽ പൂജിക്കപ്പെട്ട ശേഷം അദ്ദേഹം പാണ്ഡുപുത്രരെ സ്വീകരിച്ചു. ഭഗവാനും പ്രണാമങ്ങൾ തിരികെ അർപ്പിച്ചു. ഹരീഷ പ്രഭുജി. എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പുറപ്പെടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോകുന്നേക്കാൾ മുമ്പ് അദ്ദേഹം പാണ്ഡവരെ എല്ലാവരെയും വിളിക്കുന്നു. എന്നിട്ട് അവരോട് യാത്ര പറയുകയാണ്. ഭഗവാൻ യാത്ര പറയാൻ പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെയെല്ലാം ഭഗവാൻ ആരാധിക്കുന്നു. വ്യാസദേവനൊക്കെ ഉണ്ടായിരുന്നു. വ്യാസദേവനും മറ്റുള്ള വേറെ ബ്രാഹ്മണ ശ്രേഷ്ഠരൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും വേണ്ട രീതിയിൽ, വേണ്ട വിധത്തിൽ
ആരാധിച്ച് അവരെ ബഹുമാനം കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, അതായത് അവർക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് ആരാധനയോടുകൂടി ആണ്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇനി ഭഗവാൻ പോവാൻ നേരത്ത് ഭഗവാൻ എല്ലാവരോടും യാത്ര പറയുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ പോകാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ യാത്രയാക്കാനും വരുന്നു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ മുതിർന്ന ആളുകളെ ഭഗവാൻ ബഹുമാനിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണ്. യുധിഷ്ഠിര മഹാരാജനെ കാണുമ്പോൾ അദ്ദേഹം നമസ്കരിക്കും. അപ്പോൾ പിന്നെ വ്യാസദേവൻ്റെ കാര്യവും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരുടെ കാര്യവും പറയേണ്ട കാര്യമില്ല. ഭഗവാൻ അങ്ങനെയുള്ള മുതിർന്ന വ്യക്തികളെ കാണുമ്പോൾ അദ്ദേഹം അവരുടെ കാലിൽ വീണ് നമസ്കരിക്കും. അപ്പോൾ എന്നാൽ അത് ഒരു ഭാഗത്ത്. ഇനി ഭഗവാനും എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ കാണുമ്പോൾ, അല്ലെങ്കിൽ കൃഷ്ണനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും കൃഷ്ണനെ യാത്രയാക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ പ്രഭുപാജി, ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, അദ്ദേഹത്തെ ഇതിലുള്ള പലവർക്കും അറിയാം ഭഗവാനാണ് എന്നുള്ളത്. ഇത് സ്ഥലം ഹസ്തിനാപുരം, ദ്വാരകയിലൊക്കെ ഭഗവാൻ കൃഷ്ണൻ പരമദൈവത്വം പുരുഷനാണെന്ന് അറിയാം അവർക്ക്. അപ്പോൾ ഭഗവാനോടുള്ള ആരാധനയും ഭഗവാനോടുള്ള ഒരു ആദരവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ തിരിച്ച് എങ്ങനെയാണ് പെരുമാറുന്നത്? അദ്ദേഹം ഞാൻ ഭഗവാനാണ് എന്നുള്ളൊരു ഭാവത്തിലല്ല, മറിച്ച് എന്താണോ ആ ആശ്രമം പ്രകാരം, വർണ്ണാശ്രമ ധർമ്മപ്രകാരം എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അദ്ദേഹം എല്ലാവർക്കും ഒരു ഉദാഹരണമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കൊരു എക്സാമ്പിളായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുന്നുണ്ടെങ്കിലും, എന്നാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വ്യാസദേവനാവട്ടെ, യുധിഷ്ഠിര മഹാരാജാവട്ടെ എല്ലാവരോടും ബഹുമാനിക്കുന്നു, അവരെല്ലാവരും ആരാധിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ചെയ്യുന്നു, തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അത് റെസിപ്രോക്കേഷൻ അല്ല, അദ്ദേഹം അവർക്ക് വേണ്ട എല്ലാ ആദരവും കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇല്ല. കാര്യം ഭഗവാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഭഗവാൻ എന്നുള്ളൊരു ഭാവത്തിലല്ല ഇവിടെ ഉള്ളത്. അതാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ, ഭഗവാന് തിരിച്ച് അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ അവരെ ആരാധിക്കേണ്ട കാര്യങ്ങളോ വരുന്നില്ല. എന്നാൽ അദ്ദേഹം അത് ചെയ്യുന്നു. കാരണം മറ്റുള്ളവർ, ഇനി വരുന്ന തലമുറകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാവാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശ്ലോകം 8. ഗന്തും കൃതാമതിർബ്രഹ്മൻ ദ്വാരകാമൃതമാസ്ഥിതഃ ഉപലേപേ വിധാവന്തിം ഉത്തരാം ഭയവിഹ്വലാം. വിദ്യ ഗിരീഷ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 8. ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാമൃതമാസ്ഥിതഃ ഉപലേപേ അഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വലാം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഉത്തര ഭയവിഹ്വലയായി തന്റെ നേരെ ത്വരിതഗതിയിൽ വരുന്നത് ഭഗവാൻ കണ്ടു. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് മടങ്ങാൻ വേണ്ടി ഈവൻ രഥത്തിൽ വരെ കയറി അദ്ദേഹം. ആ സമയത്ത് ഉത്തരമാത ഓടി വരുന്നു, പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യുന്നു നോക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഇനി എന്നുള്ളത് നോക്കാം. ശിലപ്രഭാത് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ അദ്ദേഹത്തിന് എല്ലാവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ആരാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് അവരുടെ കാര്യം ഭഗവാൻ പ്രത്യേകിച്ചും സ്പെഷ്യലായിട്ട് അവരുടെ കാര്യം ഭഗവാൻ നോക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ശിലപ്രഭാത് തരുന്ന ഉദാഹരണം അതാണ്. എങ്ങനെയാണോ അച്ഛൻ എങ്ങനെയാണോ ഏറ്റവും ചെറിയ മകന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, കാര്യം ആ പ്രായം അങ്ങനെയാണ്. പ്രായം അങ്ങനെയാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതേപോലെ
അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ കുട്ടി അച്ഛനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരവസ്ഥയാണ്. കാര്യം നിസ്സഹായാവസ്ഥയാണ്. വലുതാവുമ്പോഴാണ് കുട്ടികൾ പല കാര്യങ്ങളും തനിയെ ചെയ്തു തുടങ്ങുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അച്ഛനെയും അമ്മയും ആശ്രയിക്കുന്നു. ആ സമയത്ത് അവർക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ കൊടുക്കുന്നു മാതാപിതാക്കൾ. അപ്പോൾ അതേപോലെ ഇവിടെ പറയുന്നു, ആരാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് അങ്ങനെയുള്ളവരെ ഭഗവാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ സ്പെഷ്യൽ ഒരു കെയർ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതൊരു പാർഷ്യാലിറ്റി അല്ല, പക്ഷാഭേദമല്ല, മറിച്ച് ഇത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. യേ യഥാമാം പ്രപത്യന്തെ താം തദേവ ഭജാമ്യഹം. അത്രയേ ഉള്ളൂ. ശ്ലോകം 9. ഉത്തരോ വാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഓക്കെ, ശോഭാ വിജയൻ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പുസ്തകം വിവർത്തനമുള്ളതല്ല പ്രഭു എൻ്റെ കയ്യിലിരിക്കുന്നു. ശ്ലോകം മാത്രം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു, ആ അടുത്ത ശ്ലോകം വായിക്കാം ഞാൻ. ശരി. ഹരേ കൃഷ്ണ. ഓക്കെ, ഇത് വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. വിവർത്തനം ശീല പ്രഭുപാദർ കി ജയ്. ഉത്തര പറഞ്ഞു, അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ, പരമോന്നത യോഗിയാണങ്ങ്. ദയവായി എന്നെ രക്ഷിച്ചാലും കാരണം ദ്വന്ദ്ങ്ങളുടെ ഈ ലോകത്തിൽ മൃത്യുവിന്റെ കരാളഹസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനായി അങ്ങയല്ലാതെ മറ്റാരുമില്ല. ഹരേ കൃഷ്ണ. മനോഹരം. ഉത്തരമാത ഓടി വരുവാണ് ഭഗവാന്റെ അടുത്തേക്ക്. പാഹി, രക്ഷിക്കൂ. മഹായോഗി എന്നാണ് ഭഗവാനെ ഇവിടെ വിളിക്കുന്നത്. അതായത് ഭഗവാൻ ചെയ്യാൻ സാധിക്കാതായിട്ടുള്ള അല്ലെങ്കിൽ മഹായോഗിയെ അല്ലെങ്കിൽ ഏറ്റവും വലിയ യോഗിയാണ് അദ്ദേഹം. ദേവ 2 പ്രാവശ്യം വിളിക്കുന്നു. ദേവ 2 പ്രാവശ്യം ഭഗവാനെ ദേവദേവ എന്നാണ് വിളിക്കുന്നത്. ദേവദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദേവന്മാരുടെ ദേവൻ, അതായത് പരമദൈവോത്തമ പുരുഷൻ. ദേവദേവ ജഗത്പതേ, ഈ ജഗത്തിൻ്റെ പതി. അപ്പോൾ ഇവിടെ നോക്കൂ, വളരെ ക്ലിയറാണ്. ഭഗവാനെ അഭിസംബോധന ഭഗവാൻ എന്നുള്ളൊരു ഭാവത്തിലാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും ബ്രഹ്മാണ്ടം മുഴുവനും നിയന്ത്രിക്കുന്ന വ്യക്തി, പരിപാലിക്കുന്ന വ്യക്തി, ദേവതമാരുടെ ദേവൻ എന്നുള്ളൊരു അഭിസംബോധനയാണ് ഭഗവാനെ ഇവിടെ ഉത്തരമാത വിളിക്കുന്നത്. നാന്യം ത്വദ് അഭയം പശ്യേ, അങ്ങല്ലാതെ വേറെ ആരുമില്ല. യത്ര മൃത്യു പരസ്പരം, ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ഈ മൃത്യു അല്ലെങ്കിൽ ഈ നടക്കാൻ പോകുന്ന ഈ മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു ദ്വന്ദ്ങ്ങളിൽ നിന്ന് അങ്ങേക്കല്ലാതെ വേറെ ആർക്കും തന്നെ ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങേക്ക് സാധിക്കും. അങ്ങ് മഹായോഗിയാണ്, അങ്ങ് പരമദൈവോത്തമ പുരുഷനാണ് എന്നാണ് ഇവിടെ, അങ്ങനെയാണ് വിളിക്കുന്നത്. ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ലോകത്ത് ഈ ദ്വന്ദ്ങ്ങളെന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. നമുക്കറിയാം ദ്വന്ദ്ങ്ങൾ ഉണ്ട്. ദ്വന്ദ്ങ്ങളിൽ ഇവിടെ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയാണ്. എന്നാൽ എല്ലാവർക്കും മരണം എന്ന് പറയുന്നതും ഉണ്ട്. അപ്പോൾ മരണം ഇല്ലാത്ത ആരുപോലുമില്ല. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയാണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. എന്നാൽ നമ്മൾ ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ ജയിക്കുന്ന ആളും തോൽക്കുന്ന ആളും ഒക്കെ ഒരു ദിവസം മരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ, ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ അല്ലാതെ ആരുമില്ല.
രക്ഷകൻ ശരിക്കും. അഭയം തരാൻ, അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയമില്ലാത്തൊരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരേ ഒരു വ്യക്തി ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതായത് എല്ലാത്തിൽ നിന്നും അദ്ദേഹത്തിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിൽ നിന്നും നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും. അദ്ദേഹത്തിനേ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ ലോകത്ത് മരിക്കുന്ന ഒരു പേടി കൊണ്ടല്ല ഉത്തരാദേവി വിളിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലും അത് കുറച്ചും കൂടെ ക്ലിയറാണ്, നമ്മൾ മുന്നോട്ട് കാണും. ഉത്തരാദേവി മരിക്കുമെന്നുള്ളത് ഉള്ള പേടി കൊണ്ടല്ല വിളിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവ് വയറ്റിലുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് ഈ ഒരു കുലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. വയറ്റിലുള്ള കുട്ടി മാത്രമേ ഉള്ളൂ കുലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അവനവന് വേണ്ടിയിട്ടല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനോട് രക്ഷിക്കാൻ പറയുന്നത്, മറിച്ച് പരിശുദ്ധ മഹാരാജാവിനെ രക്ഷിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറൊരു പാഠം എന്താണ്? ഇപ്പോൾ എങ്ങനെയാണോ ഉത്തരാദേവി ശരണം പ്രാപിക്കുന്നത് ഭഗവാനെ, അതായത് ഒന്ന് ആലോചിക്കണം, ആ ഒരു സഭയിൽ, ആ ഒരു സ്ഥലത്ത് കൃഷ്ണൻ രഥത്തിൽ കയറി നിൽക്കുന്നു. ആ സമയത്ത് പാണ്ഡവരെല്ലാവരും ഉണ്ട്. കുന്തി മഹാറാണിയുണ്ട്, പാണ്ഡവരുണ്ട്, വ്യാസദേവനുണ്ട്, ഒരുപാട് വ്യക്തികൾ അങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഭഗവാനെ യാത്ര കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് ഓടി വരുന്നു ഉത്തരാമാത. നേരെ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. പാഹി പാഹി മഹായോഗി ദേവജേവ ജഗത്പതേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തരാമാത ആരാണ്? അഭിമന്യുവിൻ്റെ ഭാര്യ. അഭിമന്യു ആരാണ്? അർജുനൻ്റെ മകൻ. അപ്പോൾ നാച്ചുറലി ഭർത്താവില്ലാത്തൊരു സമയത്ത് അച്ഛനും സംരക്ഷണത്തിനുള്ളത് പിന്നെ ആരാണ്? അച്ഛനാണ്. അച്ഛൻ്റെ സ്ഥാനത്തുള്ളത് ആരാണ്? അർജുനനാണ്. അർജുനനുണ്ട്, അതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരാണ് ഉത്തരമാതയുടെ പ്രൊട്ടക്ടേഴ്സ്, ശരിയല്ലേ? പക്ഷേ അവരുടെ ആരുടെയും അടുത്തല്ല പോകുന്നത്, നേരെ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. നേരെ ഓടിപ്പോകുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഭഗവാനെയാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, അർജുനനും ഉത്തരയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. അർജുനൻ കാട്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹം വേഷം മാറിയിരിക്കുന്ന കുറച്ചു കാലം അദ്ദേഹം വേഷം മാറി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡാൻസ് ടീച്ചറായിരിക്കുന്ന സമയത്ത് അന്ന് ഉത്തരമാതയെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അർജുനൻ. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ എന്നുള്ളൊരു ബന്ധവും അവർ തമ്മിലുണ്ട്. മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഫാമിലിയാണ്. ഇല്ലാത്ത സമയത്ത് എല്ലാവിധ സംരക്ഷണവും പ്രൊട്ടക്ഷനും കൊടുക്കുന്നത് അർജുനനും മറ്റുള്ള പാണ്ഡവരുമാണ്. അപ്പോൾ നാച്ചുറലി അവിടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് നേരെ ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ലെസൺ എന്താണ്? ലെസൺ വേറെ ഒന്നുമല്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ വേറൊരു സാധാരണ ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, ചെറിയ കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റോഡിൽ നിൽക്കുവാണ്. ആ സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തമ്മിൽ അടികൂടുന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ പേടിയായി. അപ്പോൾ കുട്ടി പേടിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. ഓടുന്ന സമയത്ത് അവിടെ 3 വ്യക്തികളുണ്ട്. അതായത് ഒന്ന് ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നുണ്ട് യൂണിഫോമിൽ, വേറെ അപ്പുറത്ത് ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്, എല്ലാ വടിയും എല്ലാം പിടിച്ച്. പിന്നെ കുട്ടിയുടെ അമ്മയുണ്ട്, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഉണ്ട്. 3 വ്യക്തികൾ നിൽക്കുന്നു. നടക്കുന്നത് സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ വഴിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാച്ചുറലി നമ്മൾ ആർക്കാണ് പ്രൊട്ടക്ഷൻ തരാൻ സാധിക്കുന്നത്? പ്രൊട്ടക്ഷൻ തരാൻ സാധിക്കുന്നത് പോലീസ് ഓഫീസറിനോ സെക്യൂരിറ്റി ഗാർഡ്സിനോ മിലിറ്ററിക്കാർക്കോ. അവരാണ് അവിടുത്തെ ആ ഒരു സിറ്റുവേഷനെ ശാന്തമാക്കേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ അവരാണ് അവരുടെ കൺട്രോളിൽ അവർ കൊണ്ടുവരാൻ നോക്കും. കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ അവിടെയെല്ലാം ശാന്തമാവുന്നു, അല്ലേ? അപ്പോൾ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് ആരാണ് സംരക്ഷിക്കുന്നത്? അമ്മയ്ക്ക് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ അമ്മയ്ക്ക് റോളൊന്നുമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ മാറ്റുവാനോ ആരെങ്കിലും തടയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പാവം അമ്മയ്ക്ക് സാധിക്കില്ല. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അമ്മയാണ് എല്ലാം. അവിടെ എത്ര 10 തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പട്ടാളക്കാരനുണ്ടെങ്കിലും കുട്ടി അങ്ങോട്ടേക്കല്ല. അവിടെ പോയിട്ട് എന്നെ രക്ഷിക്കൂ എന്നല്ല പറയില്ല, അല്ലെങ്കിൽ അവരെ പോയി കെട്ടിപ്പിടിച്ച് എനിക്ക് പ്രൊട്ടക്ഷൻ തരണമെന്ന് കുട്ടി പറയില്ല. നാച്ചുറലി ഓടിപ്പോകുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ എല്ലാ സംരക്ഷണവും തരുന്ന അറിയാം കുട്ടിക്ക്, അല്ലെങ്കിൽ കുട്ടിയുടെ മുമ്പിൽ അമ്മയാണെല്ലാം. അതേപോലെയാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഉണ്ടാവാൻ പോകുന്നില്ല, രക്ഷിക്കാനും ഉണ്ടാവാൻ പോകുന്നില്ല, നമ്മുടെ കൂടെ ഉണ്ടായിട്ടുമില്ല, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാനും പോകുന്നില്ല. നമ്മളിവിടെ തനിയെ വന്നു തനിയെ പോകുന്നു എന്ന് പറയുന്ന പോലെ പല ആളുകളും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളെ നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഒരേ ഒരു വ്യക്തിയാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. ആ വ്യക്തി ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഭഗവാനുമായിട്ടൊരു കണക്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അപകട സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച്, ഒരു ഡിവോട്ടിയെ സംബന്ധിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്പൾസാണിത്. അങ്ങനെയാണ് വരുന്നത്. ഭഗവാനെ ശരണം പ്രാപിക്കാൻ തോന്നും. ഇവിടെ അവർക്ക് അതിനുള്ള ഭാഗ്യം കൂടെയുണ്ട്. കാര്യം നേരിട്ട് പരമദേവത്വം പുരുഷൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തി ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഓർക്കാം, ഇങ്ങനെയുള്ള ഭാഗവതത്തിലെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഓർക്കാം. അതായത് മറ്റുള്ളവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഉത്തരാമാതയ്ക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും പോകും. അർജുനൻ്റെ അടുത്ത് പോകുന്നതിന് എന്താ കുഴപ്പം? അർജുനൻ അതിനു മുമ്പ് എത്രയോ ബ്രഹ്മാസ്ത്രം നിർവീര്യമാക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ടിട്ടാണ് ഉത്തരാമാത ഓടിപ്പോകുന്നത്. ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കാൻ അർജുനൻ അറിയാം, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അവിടെ ഉത്തരാമാതയ്ക്കും അറിയാം. അപ്പം അർജുനൻ ശരിയായിട്ടുള്ള സംരക്ഷണം കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല അർജുനായിട്ടുള്ള കണക്ഷനും നമ്മൾ പറഞ്ഞു. അർജുനനാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. മാത്രമല്ല ടീച്ചറുമാണ്, ഇതെല്ലാമാണ്. പക്ഷെ അർജുനൻ്റെ അടുത്തും പോകുന്നില്ല, നേരെ ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ബന്ധമുണ്ട് നമുക്ക് ഭഗവാനുമായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ എവിടെയും പോകുന്നില്ല, ആരുടെ അടുത്തും പോകുന്നില്ല, നേരിട്ട് പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്ലോകം 10. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പല രീതിയിലൂടെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ചിന്തിച്ച് ശരിയാണ്, എന്തുകൊണ്ട് പോയില്ല, എന്തുകൊണ്ട് അല്ല, ഇവിടെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. അതേ ഊഹാപോഹങ്ങളല്ല ഇവിടെ. അതുമായിട്ട് ശാസ്ത്രത്തിന് ചേർന്ന് നിൽക്കുന്ന അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഊഹിക്കുകയല്ല ചെയ്യേണ്ടത്. അതായത് ആലോചിക്കുമ്പോൾ ശരിയാണ്, അർജുനൻ്റെ അടുത്ത് പോയില്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് നമ്മുടെ എല്ലാവരുടെയും. ഭഗവാനാണ് അഭയം. അങ്ങനെ വെറുതെ ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പോവില്ല, അത് ശരിയാണ്. മറിച്ച് ഭഗവാനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു നല്ലൊരു ശുദ്ധഭക്തനാണെങ്കിൽ നാച്ചുറലി അങ്ങോട്ടാണ് പോകുന്നത്. നാച്ചുറലി ആ ഒരു മൈൻഡ് സെറ്റാണ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ശ്ലോകം 10. അഭിദ്രവതി മാം ഈശ ശരസ്തപ്ത്യായശോ വിഭോ. ശരസ്തപ്തായസോ വിഭോ കാമാം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. വായിക്കും. അഭിദ്രവതി മാമേശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ
മാമേ ഗർഭോ നിപാത്യതാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും വിവർത്തനം വായിക്കാം? ഹരേ കൃഷ്ണ. അല്ലയോ ഭഗവാനെ, അങ്ങ് സർവശക്തനാണ്. ഒരു തപ്തമായ ഹരേ കൃഷ്ണ. അസ്ത്രം അതിവേഗത്തിൽ എന്നെ സമീപിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ അതെന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ ദയവായി എന്റെ ഭ്രൂണത്തെ ദഹിപ്പിച്ച് ഗർഭഛിദ്രമുണ്ടാകാൻ അനുവദിക്കരുത്. എന്റെ ഭഗവാനെ, ദയവായി എന്നോട് ഈ കാരുണ്യം കാട്ടണമേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരമാത പറയുന്നു, ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു. അഭിദ്രവതി മാം ഈശ. ഈശ ഈശ എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാനെ. എല്ലാം, അതായത് എല്ലാം കൺട്രോളിൽ ഇരിക്കുന്നത് ഭഗവാന്റെ കൺട്രോളിലാണുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു, ഒരു അസ്ത്രം വരുന്നു എൻ്റെ അടുത്തേക്ക്, എന്നെ ലക്ഷ്യമാക്കി ഒരു അസ്ത്രം വരുന്നുണ്ട്, ബ്രഹ്മാസ്ത്രമാണ് വരുന്നത്. അപ്പോൾ ഈ ഉത്തരമാത പറയുന്നത് നോക്കൂ. ഇനി മാത പറയുന്നത്, എൻ്റെ ശരീരം കത്തിച്ചാമ്പലായിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെയാണ് അത് ആഗ്രഹിക്കുന്നത് അങ്ങ് എന്നുണ്ടെങ്കിൽ, അതായത് പരമദൈവത്വം പുരുഷൻ ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട്, ഭഗവാനോട് പറയുന്നു, അങ്ങ് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാം നടക്കുന്നത് അല്ലേ, അതുകൊണ്ട് ആദ്യം ഈശ എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങയുടെ ആഗ്രഹപ്രകാരം അത് ഈ അസ്ത്രം എന്നെ കത്തിച്ചാമ്പലാക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മരിച്ചോട്ടെ, ഞാൻ കത്തിപ്പോക്കോട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ദയവ് ചെയ്ത് മാമേ ഗർഭോ നിപാത്യതാം. അദ്ദേഹം പറയുന്നു, മാം നാഥ എന്ന് വിളിച്ച് ഭഗവാനെ വിളിക്കുകയാണ്. അങ്ങേക്ക് മാത്രമേ ഈ ഒരു സംരക്ഷണം തരാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ മകനെ രക്ഷിക്കണം. ഞാൻ കത്തിപ്പോട്ടെ, കത്തിച്ചാമ്പലാവട്ടെ, സാരമില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് പറയുന്നത്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഈ ഒരു അവസരത്തിൽ പറയുന്നു, കൃഷ്ണൻ അപ്പോൾ ഉത്തരമാതയോട്, അതായത് ആദ്യത്തെ ഇത് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ സമയത്ത് കേട്ടപ്പോൾ, പാഹി പാഹി മഹായോഗി ശ്ലോകം കേട്ട സമയത്ത് ഭഗവാൻ പറയുന്നതായിട്ട് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു. അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു, അതായത് പലപ്പോഴും നമ്മൾ ഭാവാർത്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ ഒരു എക്സ്പ്ലനേഷനിൽ കോൺവെർസേഷനായിട്ട് പറയും. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നിൻ്റെ ലൈഫ് അല്ലെങ്കിൽ നിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഓടി വരുന്നത്? ഭർത്താവ് മരിച്ചു, ഭർത്താവ് നിനക്കില്ല, ഓൾറെഡി മരിച്ചു. ഇനിയും അല്ലെങ്കിൽ ഇപ്പോൾ ഓടി വന്ന് എൻ്റെ ജീവനെ രക്ഷിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഭർത്താവില്ലാതെ ഇനി കൂടുതൽ കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണോ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞു വരുന്നത്? അപ്പോൾ ആ സമയത്ത് ഉത്തരമാത പറയുന്നു, അല്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ, എന്നെ രക്ഷിക്കാനല്ല, എന്നെ വേണമെങ്കിൽ അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞാൻ കത്തിപ്പോക്കോട്ടെ, സാരമില്ല, എന്നാൽ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എൻ്റെ കുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത്. അമ്മയുടെ ഉത്തരവാദിത്തമാണ് കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, ഉത്തരമാതയ്ക്ക് ഒരു നാണവും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഭഗവാനോട് ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചോദിക്കാൻ. അതായത് എൻ്റെ മകനെ രക്ഷിക്കണം, എൻ്റെ മകനെ സംരക്ഷിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി, അത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരമാതയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കാര്യം അത് ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയാണ് പ്രഭുപാദ് അവിടെ. ഇവിടെ പറയുന്നു പ്രഭുപാദ്, ഉത്തരമാതയുടെ ക്വാളിറ്റീസ് പറയുകയാണ്. വലിയൊരു രാജാവിൻ്റെ മകളായിരുന്നു, ഒരു വലിയൊരു ക്ഷത്രിയൻ്റെ ഭാര്യയാണ്, അതേപോലെ ഒരു ഭക്തൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്.
ഒരു ശുദ്ധഭക്തൻ്റെ ആരാണ് അത്? അർജുനൻ. ഇപ്പോൾ ഒരു നല്ല അമ്മയും കൂടെയാണ്, നല്ലൊരു അമ്മ, അതായത് പരീക്ഷത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ എന്നിട്ട് പ്രഭുപാദ് പറയുന്നു ഉത്തരമാത എല്ലാം കൊണ്ടും ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഉത്തരമാത എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓർക്കാം, പഠിക്കാം, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഉത്തരമാത പ്രാർത്ഥിക്കുന്നു? അപ്പോൾ അതായത് എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലേ, മകനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാധാരണ പറയും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭഗവാനോട് ചോദിക്കാൻ പാടില്ല. ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ചോദിക്കൂ, അത് ഒരു ഭൗതികമായിട്ടുള്ളൊരു ഭൗതിക തലത്തിലുള്ള പ്രാർത്ഥനയല്ലേ, ആത്മീയ തലത്തിലുള്ള പ്രാർത്ഥനയാണോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാം, അല്ലേ? അതും പരിശുദ്ധ ഭക്തിയായിട്ടുള്ള, ഇവരെല്ലാവരും ശുദ്ധ ഭക്തരാണ്. ഉത്തരമാത അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഭഗവാനോട് ചോദിക്കുന്നത് എന്താണ്, പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണെന്ന് വെച്ചാൽ, കാര്യം ഒന്ന്, ആദ്യത്തെ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പരീക്ഷിത് മഹാരാജാവ് അവസാനത്തെ കണ്ണിയാണ് ആ കുടുംബത്തിലെ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ആ കുടുംബത്തിനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അങ്ങനെയുള്ള ശുദ്ധ ഭക്തർ, രാജഋഷിമാർ രാജ്യം ഭരിക്കുമ്പോഴാണ് പ്രജകൾക്ക് ഗുണമുണ്ടാവുന്നത്. ഈ ലോകം സമാധാനവും ശാന്തിയും സമാധാനവും ഒക്കെ ഈ ലോകത്ത് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ഭരണാധികാരികൾ വരുമ്പോഴാണ്. പരീക്ഷിത് മഹാരാജാവ് അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ വരുന്ന വ്യക്തിയായതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭരണം വേണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അത് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം അവിടെയുണ്ട്, അത് നാച്ചുറലായിട്ടുള്ളത് ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒരു ഹയർ ഒരു പർപ്പസും കൂടെ ഉണ്ട് ഇതിൽ, ഒരു വലിയൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഈ പ്രാർത്ഥനയുടെ പുറകിൽ. അതായത് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. പരീക്ഷിത് മഹാരാജാവിൻ്റെ കയ്യിലാണ് ഇനി അവസാനം ഇപ്പോൾ ഈ ഫ്യൂച്ചർ ഇരിക്കുന്നത്. കുറച്ച് കാലം ഇനിയുള്ള ഭരണം, കുറേ കാലങ്ങൾ അത് നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ അതായത് ഭക്തിപരമായിട്ടുള്ളൊരു ഭക്തി ഫോളോ ചെയ്തുകൊണ്ട്, വർണ്ണാശ്രമധർമ്മം ഫോളോ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാവും. അത് എല്ലാവർക്കും ഗുണകരമാവുന്ന കാര്യമാണ്. അങ്ങനെ ആ രാജ്യത്തുള്ള പല ആളുകൾക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്നു പരീക്ഷിത് മഹാരാജാവ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. കാര്യം അങ്ങനെ ഒരു രാജാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രജകൾ നാച്ചുറലി അവരും ഭക്തിയോ സേവനങ്ങൾ അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അങ്ങനെ ഒരുപാട് ആത്മാക്കൾക്ക് ഈ ലോകത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു അവസരം കൊടുക്കുന്നു. അതാരാണ് അതിന് നിമിത്തമാവുന്ന? പരീക്ഷിത് മഹാരാജാവാണ്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഇത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് വേണ്ടിയും ജീവന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഇതേപോലെ ഹയർ പർപ്പസ് ഉണ്ടാവില്ല. അത് നമ്മുടെ കാര്യം നമുക്കിവിടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് മതിയായിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്നെ രക്ഷിക്കണേ. കാര്യം ഇവിടെ ഭൗതിക ലോകത്തിലെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് തീരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചത് മതിയാവാത്തത് കൊണ്ട് ഇനി ഇവിടെ കൂടുതൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് തികച്ചും ഭൗതിക തലത്തിലുള്ള പ്രാർത്ഥനയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് തോന്നാം. ഒരു പരിശുദ്ധ ഭക്തൻ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, അല്ലേ? എന്നാൽ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഹയർ പർപ്പസ് ഉണ്ട്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഡിവോട്ടി. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരു ഭക്തൻ എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഭഗവാനുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യവും, അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എങ്ങനെയാവുമ്പോഴാണ് ശരിയാവുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും അതിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും എടുക്കുന്നത്. അങ്ങനെയേ എടുക്കുകയുള്ളൂ. അതാണ് ഭക്തർ ചെയ്യുന്നത്. എന്നാൽ സാധാരണ ആളുകളാണെങ്കിലോ അവനവൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുക. കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ടോ, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതിൻ്റെ പുറകിൽ ആളുകൾ പോകുന്നു. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന്
ഈ ചർച്ച ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ശ്ലോകം 11. സൂത ഉവാച ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സലഃ അപാണ്ഡവം ഇദം കർത്തും ദ്രൗണേർ അസ്ത്രം അബുദ്ധ്യത. ഓക്കെ, വായിക്കാം ആർക്കെങ്കിലും? ഞാൻ വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 11. ഉപധാര്യ ഭഗവൻ ഭക്തവത്സല അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. വിവർത്തനം. സൂത ഗോസ്വാമി അരുളി ചെയ്തു, ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ വചനങ്ങൾ ക്ഷമാപൂർവം ശ്രവിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാണ്ഡവ വംശത്തിലെ അവസാന ജീവനെ നശിപ്പിക്കാൻ അയച്ച ബ്രഹ്മാസ്ത്രമാണതെന്ന് തൽക്ഷണം ഭഗവാൻ ഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ സൂതഗോസ്വാമി പറയുന്നു, ഉത്തരമാതയുടെ വാക്കുകൾ, പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഇവിടെ പറയുന്നു ക്ഷമയോടുകൂടി കേട്ടു എന്നാണ് പറയുന്നത്. ക്ഷമയോടുകൂടി കേട്ടു. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നു ഭഗവാൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ ഭക്തവത്സല, ഭഗവാൻ ഭക്തവത്സല, ഭക്തവത്സലൻ അല്ലേ? ഭഗവാൻ ഭക്തവത്സലനാണ്. എല്ലാ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. കാര്യം ഭക്തരെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം എപ്പോഴും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭക്തരെ അത്രമാത്രം ഇഷ്ടമാണ്. ഭക്തവത്സലൻ, അങ്ങനെയാണ് ഭഗവാനെ വിളിക്കുന്നത് ഇവിടെ സൂതഗോസ്വാമി. അപ്പോൾ അശ്വത്ഥമാവ് അയച്ചിട്ടുള്ള ബ്രഹ്മാസ്ത്രമാണ് പാണ്ഡവരുടെ കുടുംബത്തെ മുഴുവനുമായിട്ടും നശിപ്പിക്കാനുള്ള, അവസാനത്തെ കണിയെ പോലും നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അയച്ചിട്ടുള്ള ബ്രഹ്മാസ്ത്രം ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, ഒന്ന് ഭഗവാന്റെ ക്വാളിറ്റി ഭക്തവത്സല എന്നുള്ളത് പറയുന്നു. അതേപോലെ തന്നെ ഉപധാര്യ എന്നുള്ള വാക്ക് കാണാം. ഉപധാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടി ഭഗവാൻ ശ്രദ്ധയോടുകൂടി ഉത്തരമാത പറയുന്നത് കേട്ടു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇതും ഒരു ചെറിയൊരു ലെസനാണ് നമുക്കെല്ലാവർക്കും. അതായത് ഭഗവാൻ അവിടെ പാനിക്കായി അതായത് വല്ലാതെ പാനിക്കായി കൊണ്ടുള്ളൊരു ഒരു ഭാവത്തിലല്ല ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ നമ്മൾ ആകെ പാനിക്കാവും അല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. എന്നാൽ ഭഗവാൻ നോക്ക് വളരെ ശാന്തമായിട്ട് നിൽക്കും, ശാന്ത സ്വഭാവം. കാര്യം എപ്പോഴും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം ശാന്തമാണ്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഉത്തരമാത പറയുന്നത് എന്താണോ ശ്രദ്ധയോടുകൂടി കേട്ടു. ഇനി വേണ്ടത് എന്താണ് എന്ന് അദ്ദേഹം ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇത് വേറൊരു പാഠം. എന്തൊക്കെ നമ്മൾ പല സാഹചര്യങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല ആളുകളും ഉണ്ടാവും. ചില സമയത്ത് ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മൾ അതായത് ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മളെ ആശ്രയിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായത്തിനായി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി അതെല്ലാം കേൾക്കാൻ നമ്മൾ പഠിക്കണം. ക്ഷമ വളരെയധികം അത്യാവശ്യമാണ്. കേൾക്കുക എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആ ഒരു പേഷ്യൻസോട് കൂടി അത് കേട്ട് അവരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ നമ്മൾ നോക്കണം. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കുന്നത്, ഒരാൾ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഇടയിൽ വെടിവെക്കും, അല്ലെങ്കിൽ ഇടയിലൂടെ പറയും. അതായത് അത് കേൾക്കാനുള്ളൊരു സാവകാശം പോലും അല്ലെങ്കിൽ ക്ഷമ പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. ചില വ്യക്തികൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല, അപ്പോൾ ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നാൽ കട്ട് ചെയ്യണം. പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത്. ശരിയായിട്ട് പ്രോപ്പറായിട്ടുള്ള, അതായത് അധികം സംസാരിക്കുന്ന വ്യക്തികളല്ല, നോർമലായിട്ടുള്ള സംസാരം എന്തെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേട്ട് അതിന് വേണ്ടതായിട്ടുള്ളൊരു തീരുമാനം പറയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനോ നമുക്ക് പറ്റണം. പക്ഷേ അത് ക്ഷമയോടുകൂടി ആ ലിസണിങ് കപ്പാസിറ്റി നമുക്ക് വേണം. പറയുക എന്നുള്ളത് മാത്രമല്ല, കേൾക്കുക എന്നുള്ളൊരു ക്വാളിറ്റിയും കൂടെ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നമ്മളെ ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉത്തരമാത
ഒരു പ്രശ്നമായിട്ട് മുന്നിൽ വന്നപ്പോൾ വളരെ ക്ഷമയോടുകൂടി, മാത്രമല്ല വളരെ ഇമോഷണലി ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഭാവത്തിലാണോ അത് കേൾക്കേണ്ടത് ആ ഭാവത്തിൽ അദ്ദേഹം കേട്ടു. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇതുപോലെ സംസാരിക്കാൻ വരുമ്പോൾ അവർ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിരിക്കും ഓടി വരുന്നത്. ആ സമയത്ത് നമ്മളൊരു താല്പര്യമില്ലാത്ത പോലെ കേൾക്കുവാണെങ്കിലോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്നുള്ള ഭാവത്തിൽ മൈൻഡ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഭാവം പ്രോപ്പറായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ഇല്ലാതെ പ്രോപ്പറായിട്ട് നമ്മളതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. ഓക്കെ, അവർ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉടനെ മൊബൈൽ ഫോൺ എടുത്തു നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പെരുമാറ്റമാണത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാര്യമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോഴേക്കും നമ്മൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അങ്ങനെയാണോ ഇവിടെ ഭഗവാൻ? അല്ല, ഭഗവാൻ ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തം വന്നു. അപ്പോൾ എന്തോ ആവശ്യമുണ്ട്, ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്, ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നു. ആ സമയത്ത് ഇത് ചെയ്തുകൊണ്ടുള്ള ഓക്കെ എന്താ അസ്ത്രം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ വേറെ ആളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല ആ സമയത്ത്, അല്ലെങ്കിൽ വേറെ ആളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളോ അത്യാവശ്യമായിട്ട് ഓടി വരുമ്പോൾ അത് നിർത്തി പിന്നെ ഇവിടെയാണ് അറ്റൻഷൻ കൊടുക്കുന്നത്. ഇതെല്ലാം ചെറിയ കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ, പക്ഷേ വളരെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പല ലെസൺസും ഉണ്ട്, ഓരോ വരികളിലും ഉണ്ട്. ഓക്കെ, ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് ഭഗവാന്റെ ആ ഒരു പാർഷ്യാലിറ്റിയെക്കുറിച്ച് പറയുന്നു. പാർഷ്യാലിറ്റി ഇല്ല എന്നുള്ളത്, ഭഗവാൻ സമൂഹം സർവഭൂതേഷു, എല്ലാവരെയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണ്, എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ഇന്നലെ നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഓൾറെഡി. അതായത് ഭഗവാൻ പക്ഷാഭേദം കാണിക്കുന്നില്ല, എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ കാരുണ്യം, കൃപയെ സ്വീകരിക്കാനുള്ള പാത്രത ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എല്ലാവരോടും ഭഗവാൻ എല്ലാവരോടും സ്നേഹമുണ്ടോ, എന്നാൽ ഏ ഭജന്തി തു മാം ഭക്തിയ മൈ തേഷു അവിടെ പറയുന്നുണ്ട് അല്ലേ, ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ആരാണോ എന്നെ ആരാധിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കൂടെ ഞാനുണ്ട്, ഞാൻ അവരുടെ കൂടെയുണ്ട്, അവർ എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അവരുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഞാനുമുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സമൂഹം സർവഭൂതേഷു ആണെങ്കിൽ പോലും അവിടെ ഒരു ക്ലോസ് ഭഗവാൻ പറയുന്നത്, അദ്ദേഹത്തെ ആരാണോ ആരാധിക്കുന്നത്, ഭജിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. എല്ലാവരുടെ കൂടെ ഉണ്ട് കൂട്ടത്തിൽ, എന്നാൽ അവരുടെ കൂടെ സ്പെഷ്യലായിട്ട്. നമ്മൾ ഇതിന് പല ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തു. ഇന്നലെ സൂര്യൻ്റെ ഉദാഹരണം പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലെ ടീച്ചറും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരെയും ഒരേപോലെ പഠിപ്പിക്കുന്നു, എന്നാൽ അതിൽ ചില കുട്ടികളാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനുസരണശീലമുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളോട് ടീച്ചർക്ക് സ്വാഭാവികമായിട്ടൊരു അടുപ്പം ഉണ്ടാവും. അത് നാച്ചുറലാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാതെ ഈ കുട്ടിയെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല. എല്ലാവരെയും ഒരേപോലെ പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ ചെറിയൊരു സ്നേഹം കൂടുതലുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു പാർഷ്യാലിറ്റി അല്ല, അതൊരു പക്ഷാഭേദമല്ല എന്നുള്ളത്. ഇന്നലെയും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ശ്ലോകം 12. തർഹി ഏവതാ മുനി ശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോ ഭൂമിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണി ഉപാദദുഹു. നേരത്തെ ശബ്ദം കേട്ടിരുന്നു. വേറെ ആരോ വായിക്കാൻ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തർഹേവാദ മുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്ത അലക്ഷ്യാസ്ത്രാനുപാദതു. വർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. അല്ലയോ മഹാചിന്തകന്മാരിൽ മുനിമാർ, ഉത്കൃഷ്ടനായ അവനെ ശൗനകമുനി തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായി വരുന്നത് ദർശിച്ച പാണ്ഡവർ താന്തങ്ങളുടേതായ 5 ആയുധങ്ങളും ഏന്തി നിന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു എന്താണ് സംഭവിക്കുന്നത്.
ബ്രഹ്മാസ്ത്രം വരുന്നു. അങ്ങനെ പാണ്ഡവർ എന്താണ് ചെയ്യുന്നത്? പാണ്ഡവർക്കെതിരെയാണ് ബ്രഹ്മാസ്ത്രം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഓഫ്കോഴ്സ് ഉത്തരാമാതയുടെ വയറ്റിൽ കുട്ടിയുണ്ട്, ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. പാണ്ഡവർ എന്ത് ചെയ്യുന്നു? അവരുടെ അസ്ത്രങ്ങളെല്ലാം, അവരുടെ വെപ്പൺസ് എല്ലാം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രഭുപാദ് ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് ഭാവാർത്ഥത്തിൽ പറയുന്നു. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാസ്ത്രം ലക്ഷ്യത്തിലേക്ക്, ഏത് ലക്ഷ്യത്തിലേക്കാണോ വിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ഉപദ്രവിക്കുകയുള്ളൂ, ആ ലക്ഷ്യത്തെ മാത്രമാണ് തകർക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്കോ പാവപ്പെട്ട വ്യക്തികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇവിടെ ബ്രഹ്മാസ്ത്രം, പിന്നെ ബ്രഹ്മാസ്ത്രത്തെ ഇവിടെ പ്രഭുപാദ് ആറ്റം ബോംബ്, ഇന്നത്തെ കാലത്തുള്ള ന്യൂക്ലിയർ അല്ലെങ്കിൽ ആറ്റം ബോംബൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതും ഒരു അങ്ങനെയുള്ള അണുആയുധം പോലെയുള്ള അത്രയും ശക്തിയുള്ള ഒരു ആയുധമാണ് ബ്രഹ്മാസ്ത്രം എന്നുള്ളത് പറയുന്നു. പക്ഷേ ഇത് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണ്, അല്ലാതെ എവിടെയെങ്കിലും പോയി ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല. ആർക്കെതിരെയാണോ ഇത് വിട്ടിട്ടുള്ളത് ആ ലക്ഷ്യത്തെ അത് വേണ്ടത് ചെയ്ത് തിരിച്ച് അത് പോകും, അല്ലാതെ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. എന്നാൽ ആറ്റം ബോംബ് അങ്ങനെയല്ല, എല്ലാവരെയും നശിപ്പിക്കും. ആറ്റം ബോംബ് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിക്ക് മാത്രം, അപ്പോൾ ഒരു വ്യക്തിയായിട്ടുള്ള പ്രശ്നത്തിന് ആറ്റം ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത്, ആ പ്രദേശം മുഴുവനും, ചിലപ്പോൾ ഒരു പക്ഷേ ആ രാജ്യം മുഴുവനും പോവും. അങ്ങനെയുള്ള ഒരു അത്രയും ശക്തിയാണ് ഇങ്ങനെയുള്ള അണു ആയുധങ്ങൾക്ക്, ബോംബുകൾക്കൊക്കെ ഉള്ളത്. എന്നാൽ ബ്രഹ്മാസ്ത്രം അങ്ങനെയുള്ളതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഒരുപാട് പാഠങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും ഇതിൽ നിന്നും നമ്മൾ കുറച്ച് പാഠങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ 13ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ കുന്തി സ്തുതി തുടങ്ങും. 18ാമത്തെ ശ്ലോകം മുതൽ കുന്തി മഹാറാണിയുടെ സ്തുതിയാണ്. അപ്പോൾ കാത്തിരിക്കുക. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെക്കുറിച്ച് കേൾക്കാൻ, ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ, അല്ലെ ഭാഗവതം കേൾക്കാൻ. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം की जय, श्रील गुरुदेव की जय, शचिनंदन श्री गौरहरि की जय, समवेद गौर भक्तवृंद की जय, गौड़ीय गुरुवृंद की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ? ശരിക്കും പറഞ്ഞാല് ഭാഗവതത്തിലെ ആദ്യം വരുന്ന ശരിക്കും പറഞ്ഞ ഉത്തരയുടെ സ്തുതി എന്നല്ലേ, കുന്തി സ്തുതി അല്ല? മാതാജി കേട്ടില്ല, പറയൂ. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ ആദ്യം വരുന്ന സ്തുതി കുന്തി സ്തുതി എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? പക്ഷെ ഉത്തര സ്തുതിക്കാണ് ചെയ്യുന്നത് ശരിക്കും ആദ്യമായിട്ടില്ലേ? പാഹി പാഹി മഹാഭാവം സ്തുതിക്കുന്നുണ്ട്. ഉത്തരയുടെയാണ് ആദ്യത്തെ സ്തുതിയായിട്ട് വരിക അല്ലേ? ഇതിനു മുമ്പും അർജുന വിളിച്ചല്ലോ, കൃഷ്ണ കൃഷ്ണ മഹാഭാഗോ, ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ സ്തുതി കുന്തി സ്തുതി അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണേ. അല്ല, അത് പ്രാർത്ഥനകൾ എല്ലാ സ്തുതികളാണ്, പ്രാർത്ഥനകളെല്ലാം സ്തുതികളാണ്. അപ്പോൾ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ളത് കാര്യം കുന്തി മഹാറാണിയുടെ സ്തുതി ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഇവിടെയെല്ലാം 2 ശ്ലോകങ്ങൾ 3 ശ്ലോകങ്ങളേ ഉള്ളൂ. എന്നാൽ കുന്തി സ്തുതി വലുതാണ്. അപ്പോൾ അതിന്റെ സ്ട്രൈക്ക് ചെയ്ത് മനസ്സിലാവും ഉത്തരയുടെ സ്തുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ പ്രഭു? പരീക്ഷിത് മഹാരാജിന്റെ സ്ഥിതി രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിത് മഹാരാജ് അവസാനത്തെ കണ്ണിയാണ് ഒന്നാമത്തെ. 2ാമത്തെ രാജർഷിമാര് ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാക്കുന്നു. ഏതാ 2 കാര്യങ്ങൾ പറഞ്ഞു? പരീക്ഷിത് മഹാരാജിനെ രക്ഷിക്കാൻ കാരണം ഒന്ന്, പരീക്ഷിത് മഹാരാജാവ് അവസാനത്തെ കണ്ണിയായതുകൊണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്തായിരുന്നു? രാജർഷിമാര് ഭരിച്ചാൽ ശാന്തി സമാധാനം കിട്ടുന്നോ? അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഹയർ പർപ്പസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതായത്
അങ്ങനെയുള്ളൊരു ഭരണാധികാരി വരുമ്പോൾ അത് ഒരുപാട് ആത്മാക്കൾക്ക് ഗുണം ചെയ്യും. അവർക്കൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു വഴി അദ്ദേഹം ഒരുക്കി കൊടുക്കും അങ്ങനെയുള്ളൊരു ഭരണാധികാരി വരുമ്പോൾ. അപ്പോൾ അത് എല്ലാവരുടെയും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉത്തരമാതയുടെ പ്രാർത്ഥന അവനവൻ്റെ എൻ്റെ മകനെ സംരക്ഷിക്കൂ എന്നുള്ളൊരു ഭാവത്തിലല്ല, മറിച്ച് ആ ഒരു സ്നേഹമുണ്ട്, കുട്ടിയോടുള്ള സ്നേഹം, മറിച്ച് അതേപോലെ തന്നെ ലോക നന്മയ്ക്കും ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു കാരണമാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ ഒരു ഉദ്ദേശം കൂടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരി ബോൾ രാജരാജി. കേൾക്കുന്നുണ്ടോ പ്രഭുജി? ഹരേ കൃഷ്ണ, പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ ഭാഗവത ഗംഗാ പ്രവാഹം എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇന്ന് രാവിലെ വന്നൊരു ചെറിയൊരു വീഡിയോ പോലെയാണ്. വിഷു എന്നാൽ എന്താണെന്നും വിഷ്ണു എന്നാണെന്നോ ഉള്ള ഒരു ക്വസ്റ്റ്യന് മറുപടിയായിട്ട് ഒരു ആചാര്യൻ പറയുന്നു അത് തെറ്റിദ്ധാരണയാണ്, വെറും വിഷു എന്നാൽ തുല്യമായത് എന്നാണെന്നും വിഷുവിത് എന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായതാണെന്നും പിന്നെ രാത്രിയും പകലും 12 മണിക്കൂർ ഒരേപോലെ സമമായി വരുന്ന ഒരു ദിവസം മാസമായി ഈ ദിവസമാണ് വരുന്നതെന്നും അതുകൊണ്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നും പിന്നെ പ്രകൃതിയിലെ എല്ലാം തുല്യമാണ്, സമമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും പരമാത്മാവിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇത്. അപ്പൊ നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുമ്പം പ്രഭുജിക്ക് അതിൽ എന്താണത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ഇതിപ്പം ബ്രഹ്മ പരമാത്മാ ഭഗവാൻ എന്ന ലെവലില് പരമാത്മാ ലെവലിലുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പ്രഭുജി അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരു കാര്യം, ഒന്ന് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിന് അഭിപ്രായം പറയില്ല. അത് എന്താണ് വീഡിയോ അല്ലെങ്കിൽ എന്താണ് ഞാനും കണ്ടിട്ടില്ല, എനിക്കറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പുറമെ അതിൻ്റെ മുകളിൽ ഒരു കമൻറ്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാവരും ഭാഗവതം പഠിക്കാൻ നോക്കുക. ഭാഗവതത്തിൽ പറയുന്ന തത്വങ്ങൾ നമ്മൾ പഠിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് ഭാവത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ അധ്യായം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയിലും തത്വങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നു. ഭാഗവതത്തിൽ അതൊന്നും കൂടെ ക്ലിയർ ആവുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്. ശ്രീല പ്രഭുപാദൻ്റെ ഭാവാർത്ഥങ്ങളിലൂടെ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ശരിയായിട്ടുള്ളൊരു പരമ്പരയിൽ വരുന്ന ആചാര്യൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ കേട്ടാൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്ത് എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ പ്രഭു തിരക്കിലാണെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ. സംശയം ഉണ്ടോ? ടൈമില്ല, സമയം കഴിഞ്ഞു. ഓക്കെ, പ്രഭുജിയോട് ആദരപൂർവ്വം നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ